എല്ലാവർക്കും നമസ്കാരം. മെക്സ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ വരാനിരിക്കുന്ന IPL സീസണിലെ ഒരു പ്രോബബിൾ പ്ലേയിങ് 11 വീഡിയോ. നമുക്കറിയാം ഡെവൻ കോൺവേ ഇല്ലാതെയാണ് ഇത്തവണ CSK ഇറങ്ങുന്നത്. അതിനാൽ തന്നെ ഓപ്പണിങ്ങിൽ കാര്യമായ മാറ്റങ്ങൾ CSK നിരയിലുണ്ടായേക്കാം. ഇപ്പോൾ എത്തിയിട്ടുള്ളത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ വളരെ ശക്തമായ ഒരു പ്രോബബിൾ പ്ലേയിങ് 11 വീഡിയോയുമായിട്ടാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ കായിക വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്കറിയാം ഇത്തവണ IPL ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന തുകയ്ക്കാണ് മിച്ചൽ സ്റ്റാർക്ക് എന്ന ഓസ്ട്രേലിയയുടെ ലോക ചാമ്പ്യനെ KKR തങ്ങളുടെ നിരയിലേക്ക് എത്തിച്ചത്. വളരെ കരുത്തുറ്റ ടീം തന്നെയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. ഒപ്പം തന്ത്രങ്ങൾ മെനയാൻ ഡഗൌട്ടിൽ മെൻ്ററുടെ റോളിൽ ഗൗതം ഗംഭീർ കൂടി എത്തുമ്പോൾ കിരീടത്തിൽ കുറഞ്ഞതൊന്നും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ലക്ഷ്യം വയ്ക്കുന്നില്ല. KKRൻ്റെ സ്ക്വാഡ് അനാലിസിസ് വീഡിയോസൊക്കെ നേരത്തെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഒന്ന് കയറി കാണുക. ഇപ്പോൾ എത്തിയിട്ടുള്ളത് KKRൻ്റെ ആ ഒരു പ്രോബബിൾ 11 എങ്ങനെയായിരിക്കും. നമുക്കറിയാം കൊൽക്കത്തയെ സംബന്ധിച്ചും ഓപ്പണിങ്ങിൽ തന്നെയാണ് കാര്യമായ അഴിച്ചുപണി. കഴിഞ്ഞ സീസണിലൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ റഹ്മാനുള്ള ഗുർബാസും അതോടൊപ്പം തന്നെ ജേസൺ റോയും ആയിരുന്നു മെയിനായിട്ടും അവരുടെ 2 ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാർ. എന്നാൽ ഇത്തവണ മിച്ചൽ സ്റ്റാർക്കിനെ പൊൻതുകയ്ക്ക് കൂടാരത്തിലേക്ക് എത്തിക്കുമ്പോൾ എന്തായാലും സ്റ്റാർക്ക് 11ലേക്ക് എത്തിയേക്കും. സ്റ്റാർക്കും ആന്ധ്ര റസലും സുനിൽ നരേനും ഒക്കെ പ്ലേയിങ് 11ലേക്ക് എത്തുമ്പോൾ ഓപ്പണിങ്ങിൽ 2 ഫോറിൻ താരങ്ങളെ KKRന് കളിപ്പിക്കാൻ സാധിക്കില്ല. അതിനാൽ തന്നെ ഓപ്പണിങ്ങിൽ വ്യക്തമായ മാറ്റങ്ങൾക്ക് ഇത്തവണ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുതിർന്നേക്കാം. ഒരു പ്രോബിൾ 11 അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഓപ്പണിങ്ങിൽ ഇത്തവണ ഇംഗ്ലണ്ട് താരം ജേസൺ റോയ്ക്കൊപ്പം KS ഭരത് ആയിരിക്കും ഇന്നിങ്സ് ഓപ്പൺ ചെയ്യാനെത്തുക. കഴിഞ്ഞ സീസണിൽ ഗുജറാത്ത് ടൈറ്റൻസിലെ താരമായിരുന്ന ഭരത്തിന് ഇത്തവണ ലേലത്തിലൂടെ ആയിരുന്നു KKR സ്വന്തമാക്കി. ജേസൺ റോയ്ക്കൊപ്പം ഇന്നിങ്സ് ഓപ്പൺ ചെയ്യാൻ KS ഭരത് എത്തും. 1 ഡൗൺ ബാറ്റ്സ്മാനായിട്ട് നായകൻ ശ്രേയസ് അയ്യരും 4ാം നമ്പറിൽ വെങ്കടേഷ് അയ്യരും എത്തും. 5ാം നമ്പറിൽ നിതീഷ് റാണ, 6ാം നമ്പറിൽ വെടിക്കെട്ട് ഫിനിഷർ റോളിലേക്ക് റിങ്കു സിംഗ് എത്തും. പിന്നീട് ആന്ധ്ര റസൽ, മിച്ചൽ സ്റ്റാർക്ക്, സുനിൽ നരൈൻ, ചേതൻ സക്കറിയ, വരുൺ ചക്രവർത്തി എന്നിങ്ങനെയാണ് KKRൻ്റെ ആ ഒരു പ്രോബബിൾ 11 എന്ന് പറയുന്നത്. ഒപ്പം ഇമ്പാക്റ്റ് പ്ലെയർ ഓപ്ഷനായിട്ട് മറ്റൊരു സ്പിൻ പ്ലെയറായിട്ടുള്ള സുയാഷ് ശർമ്മയെ കൂടി അവരുടെ നിരയിൽ ഉൾപ്പെടുത്തിയേക്കും. ഇതായിരിക്കും മെയിനായിട്ടും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ വളരെ ഒരു ശക്തമായ ഒരു സ്ട്രോങ്ങസ്റ്റ് പ്ലേയിങ് 11 തന്നെയാണിത്. ഒന്നുകൂടി വായിക്കാം. ഓപ്പണിങ്ങിൽ ജേസൺ റോയ്, KS ഭരത് ഓപ്പണിംഗ് വയ്ക്കാം. പുതിയൊരു ഓപ്പണിംഗ് തന്നെയായിരിക്കും KKR തവണ പരീക്ഷിക്കാൻ പോകുന്നത്. 1 ഡൗൺ ബാറ്റ്സ്മാനായിട്ട് നായകൻ ശ്രേയസ് അയ്യരും, 4ാം നമ്പറിൽ വെങ്കടേഷ് അയ്യർ, 5ാമനായിട്ട് നിതീഷ് റാണ, 6ാം നമ്പറിലായിരിക്കും ഇത്തവണ റിങ്കു സിംഗ് കളത്തിലേക്ക് എത്താൻ പോകുന്നത്. പിന്നീട് അങ്ങോട്ട് ആന്ധ്ര റസൽ, മിച്ചൽ സ്റ്റാർക്ക്, സുനിൽ നരൈൻ, ചേതൻ സക്കറിയ, വരുൺ ചക്രവർത്തി എന്നിങ്ങനെയാണ് 11. ഒപ്പം ഇമ്പാക്റ്റ് പ്ലെയർ ഓപ്ഷനായിട്ട് സുയാഷ് ശർമ്മയും KKRൻ്റെ ആ ഒരു നിരയിലുണ്ടായേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.